ഹൃദയത്തിനകത്തൊരു പുതിയ കോടതി തുറന്നിട്ടുണ്ട്. നമ്മൾ ആ കോടതിയിൽ വെച്ചാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ നാം ഒരു ജഡ്ജ്മെന്റ്, നമ്മുടെ അകത്ത് ഒരു ജഡ്ജ്മെന്റ്, ഒരു കോടതി തുറന്നു. അപ്പൊ കോടതിക്കാരൻ ആൻസർ പറയുക, നീ ആ ഫ്രൂട്ട് കഴിച്ചോ ചോദിച്ചു. അപ്പൊ നമ്മുടെ കോടതി പറഞ്ഞു, ഞാൻ കഴിച്ചു ചെയ്യാ, പക്ഷേ ഞാനല്ലല്ലോ അത് പറിച്ച് കഴിച്ചത്, പിന്നെ ആരാ എങ്ങനെ മറ്റേ സ്വയം കോടതി പറഞ്ഞു, ആ എന്റെ ഭാര്യയാണ്. ഓ, അതാരാ എനിക്ക് നൽകിയത്? ഈ ചോദിക്കുന്ന പുള്ളിയാ. ആൻസർ കറക്റ്റായി. നീ എന്നോട് കൂടെ ഇരിപ്പാൻ നൽകിയ ഇവളാണ് എനിക്ക് അത് നൽകിയത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നാം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് ഏത് കോടതിയിൽ വെച്ചാണ്? നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിൽ വെച്ചാണ്, നമ്മുടെ സോളിന്റെ കോടതിയിൽ വെച്ചാണ്. എന്ന് പറയല്ലേ, ഓ മനസാക്ഷി ഇല്ലേ സഹോദര, മനസാക്ഷി ഇല്ലേ പാസ്റ്റർ? നമുക്ക് മനസാക്ഷി അല്ല വേണ്ടത്, ദൈവത്തിന്റെ ആത്മാവാണ് വേണ്ടത്. മനസാക്ഷിയിലാണ് അവിടെ ജീവിതങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്നത്. ആ ഞാൻ ആ കാര്യം ചെയ്ത അതുകൊണ്ടല്ലേ, ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ എന്ത് ചെയ്തത്? കാറ്റടിക്കാതെ ഇല അനങ്ങുമോ? ഒരു പ്രശ്നമുണ്ടായ രണ്ടു ഭാഗത്തും ഇല്ലേ കോടതികൾ. അങ്ങോട്ട് ക്ഷമ ചോദിക്കും, ഇങ്ങോട്ട് ക്ഷമ ചോദിക്കും, നിരപ്പ് ബാധിക്കാം. കോടതികൾ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മിടുക്കന്മാരായ ആളുകളുണ്ട്, സോളിൽ ജീവിക്കുന്ന ആൾക്കാർ. ആത്മാവിന്റെ ആവശ്യമൊന്നും ആ പ്രശ്ന പരിഹാരത്തിന് അവർക്ക് ഇല്ല. അതായത് മനസാക്ഷി അനുസരിച്ച് പറയുന്ന ഒരു മറുപടി ഒരു പുതിയ കോടതി അവന്റെ ഹൃദയത്തിനകത്ത് തുറന്നു. ഇപ്പൊ അവൻ കാര്യങ്ങളെല്ലാം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് എവിടെ വെച്ചാണ്? തന്റെ മനസാക്ഷിയിൽ വെച്ചാണ്. ഭാര്യയെ തല്ലിയിട്ട് പറയും, എടി കാര്യം ഞാൻ തല്ലി, ശരിയല്ല, പക്ഷേ നിനക്ക് മനസ്സിലായല്ലോ ഞാൻ തല്ലിയത് നിന്റെ നാക്കിലെ വാക്ക്, നിന്റെ വായിലെ വാക്ക് കൊണ്ടാണെന്ന്. ഇപ്പൊ നമ്മൾ മനസാക്ഷിയുടെ കോടതി പറഞ്ഞു, തല്ലിയത് ശരിയല്ലായിരിക്കാം, പക്ഷേ തല്ലിയതിന്റെ കാരണം ആരാണ്? അപ്പൊ ഭാര്യയും ആ സോള് വെച്ച് പറഞ്ഞു, കൊള്ളാം, അതെ അച്ഛാ ശരിയാ, ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, അച്ഛൻ ടെൻഷൻ അടിച്ചിട്ടപ്പോ അത് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടാണ്. പ്രശ്നം പരിഹരിച്ചു. അപ്പൊ സോള് കൊണ്ട് ജീവിക്കുന്നവർക്ക് പ്രശ്നമില്ലാതെ ചെയ്യാൻ പറ്റും? ആത്മാവിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ കോടതിയിലാണ് അത് ദൈവത്തിനോടെ പോയി, അയ്യോ ഭാര്യ തരുന്ന വിഹിതമാണോ, ഭാര്യ നൽകി തല്ലി പാടില്ല എന്ന് പറഞ്ഞ് അവരുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്ന ഭർത്താക്കന്മാർ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഇല്ല. സോള് കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ സോള് പറയും, അപ്പൊ ഈ സോളുള്ള ഈ ഭാര്യയും പറയും അങ്ങനെ തന്നെയാ. ഇനി ഈ സോളിൽ അടികൊള്ളുന്ന ഭാര്യയോ അന്നേരം പോലെ പറയും, ഞാൻ എന്റെ വീട്ടിൽ പോവുകയാണ്, ഞാൻ വീട്ടിൽ പോ, നിങ്ങളാണോ ഒരു ഉപദേശി, നിങ്ങളാണോ മാസ്റ്റർ, നിങ്ങളാണോ സഭയിലെ സെക്രട്ടറി? ആത്മാവോട് ജീവിക്കാണോ? കഥാവേ, നിന്റെ ചെകിട്ടത്ത് യഹൂദന്മാർ അടിച്ചപ്പോ നീ എന്താ ചെയ്തത്? മറ്റേ ചേടുകൂടെ ഹലോ, കാരണം ആത്മാവ് ഇവിടേക്കാ കൊണ്ടുപോകും നിങ്ങളെ, നേരെ ദൈവത്തിന്റെ അടുക്കലേക്ക. ദൈവം എന്ത് ചെയ്തു? യേശു എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ രണ്ടുപേരും അവിടെ ജീവിക്കുന്ന സോള് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധി കരയാനോ തകരാനോ നിലവിളിക്കാനോ അച്ഛാ സാരമില്ല, അടിച്ചെങ്കിലും കുഴപ്പമില്ല, കർത്താവ് സ്നേഹിക്കുന്നു എന്ന് പറയാനും ആ ഒരു നിലയിൽ ആ ഭാഗത്തെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാനോ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പച്ചയായി ചോദിക്കുക, ഐ എം ചലഞ്ചിങ് യു, ഞാൻ വെല്ലുവിളിക്കുക. നിങ്ങളെല്ലാം ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്നവരായിരിക്കാം. ഐ എം ചലഞ്ചിങ് യു. ഏതെങ്കിലും കേസ് ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ സ്വയമായി നീതീകരിക്കപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വരുമ്പോൾ മാത്രമാണ് എനിക്ക് മാനസാന്തരം ഉണ്ടാകുന്നത്. അതുവരെ ഞാൻ മാനസാന്തരപ്പെടുകയില്ല. എനിക്ക് തോന്നണം, എനിക്ക് സ്വയമായി നീതീകരിക്കപ്പെടാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്ന ഒരവസ്ഥ ഉള്ളപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള ബോധം എന്നിൽ വരികയുള്ളൂ. അപ്പോഴേ എനിക്ക് മാനസാന്തരപ്പെടാൻ സാധ്യമാകുകയുള്ളൂ.
ഓക്കെ, അതായത് സ്വയത്തിന്റെ കോടതി തകരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാനസാന്തരപ്പെടുന്നത്. എപ്പോഴാണ് മാനസാന്തരപ്പെടുന്നത്? സ്വയത്തിന്റെ കോടതി തകരുമ്പോൾ നമുക്ക് മാനസാന്തരം. ഇനിയും എങ്ങനെയാണ് മാനസാന്തരമെന്ന്, വീണ്ടും ജനിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. അതാണ് നാം വായിച്ച വാക്യത്തിന്റെ ഭാഗം. ഇത്രയും ഫണ്ടമെന്റൽ ആയുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ വീണ്ടും ജനനം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ തക്കവണ്ണം അവൻ അധികാരം കൊടുത്തു. തീർന്നോ? എങ്ങനെയാ വീണ്ടും ജനിക്കുന്നത്? വീണ്ടും ജനിക്കുന്നത് രക്തത്തിൽ നിന്ന് അല്ല. അതായത് വീണ്ടും ജനനം എന്ന് പറയുന്നത് നമ്മൾ ആത്മാവിന്റെ ജീവനാണ്. ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്, ആത്മാവ് മരിച്ചു, ദേഹി ജീവിക്കാൻ തുടങ്ങി, ദേഹിയിൽ ജീവിക്കാൻ തുടങ്ങി. അപ്പൊ മരിച്ച ആത്മാവിനെ എന്ത് ചെയ്യുക? ഒരു പുതുജീവൻ നൽകി മടക്കിക്കൊണ്ടുവരുന്നതിനെയാണ് എന്ന് പറയുന്നത് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതായത് ദേഹിയുടെ ജീവിതത്തിൽ നിന്ന് ആത്മജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു ദിവ്യമായ അനുഭവമാണെന്ത്? വീണ്ടും ജനനം. അപ്പൊ വീണ്ടും ജനനത്തിൽ ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ രക്തത്തിൽ നിന്നല്ല നാം വീണ്ടും ജനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിന് ജീവൻ പകർന്നു കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ല. അതായത് ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ഒരാൾ ജനിച്ചത് കൊണ്ട് അവന്റെ ആത്മാവ് ജീവൻ പ്രാപിച്ചല്ല ജനിക്കുന്നത്. സെയിം തിങ് തന്നെയാണ്. അവൻ എവിടെയാ ജീവിക്കുന്നത്? മൃതാവസ്ഥയിലായ ഒരു ആത്മാവ് കൊണ്ടാണ് ഒരു വ്യക്തി ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നത്. നമ്മുടെ വീട്ടിൽ 6 മാസവും 7 മാസവും ഉള്ള കുഞ്ഞ് കാണും. പക്ഷേ ആ കുഞ്ഞിന്റെ ഒരു ഭാഗം മരിച്ചിരിക്കുക. ഓർമ്മ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാറുണ്ടോ നിങ്ങൾ? ഇല്ലല്ലേ? അങ്ങനെ ചിന്തിക്കാറൊന്നുമില്ല. ജനിച്ചപ്പോ ഞാൻ എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയപ്പോ ദേഹവും മാത്രമേ ജീവിക്കുന്നുള്ളൂ, അതൊന്നും ഓർക്കത്തില്ല. പിന്നെ ഒരു 10ാം ക്ലാസ് ആകുമ്പോ, എടാ നീ രക്ഷിക്കപ്പെടണ്ടടാ, രക്ഷിക്കപ്പെടണ്ടേ? അപ്പൊ പറയോ, ആ ഇച്ചായി എനിക്ക് രക്ഷിക്കപ്പെടണ്ട ഇച്ചായി. ആ അയ്യോ, ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. എന്നാ രക്ഷിക്കപ്പെട്ടു, അങ്ങനെ രക്ഷിക്കപ്പെട്ടു. ഇനി എന്താ ചെയ്യേണ്ടത്? സ്നാനപ്പെടണ്ടേ? സ്നാനപ്പെട്ടു. അപ്പോഴും ഇവന്റെ ആത്മാവിടെ എന്താ നടക്കുന്നത്? മരിച്ചു കിടക്കുക. അപ്പൊ മരിച്ച ആത്മാവ് കൊണ്ട് അവൻ രക്ഷിക്കപ്പെട്ടു, മരിച്ച ആത്മാവ് കൊണ്ട് അവൻ സ്നാനപ്പെട്ടു, മരിച്ച ആത്മാവ് കൊണ്ട് അവൻ എന്ത് ചെയ്തു? അന്യഭാഷയും. മരിച്ച ആത്മാവ് കൊണ്ട് അവൻ തിരത്താഴവും നടത്തി, മരിച്ച ആത്മാവ് കൊണ്ട് സെമിനാരിയും പഠിച്ചു, മരിച്ച ആത്മാവ് കൊണ്ട് അവൻ MTH കഴിഞ്ഞു, PhD കഴിഞ്ഞു. അപാര ജ്ഞാനം. വേദപുസ്തകത്തിൽ ഏത് വാക്യവും നോക്കാതെ കാണാപ്പാടും പറയും. എന്താണ്? ദൈവത്തിന് അദ്ദേഹത്തോട് ഒരു കാര്യവും കൺവേ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പോ പാരമ്പര്യത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മൃതാവസ്ഥയിലാണ് ജനിക്കുന്നത്. പിന്നെ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? ഈ മൃതാവസ്ഥയിലായി ആത്മാവിനെ വീണ്ടും ജനിപ്പിക്കാനായിട്ട് അതിന്റെ ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ കുഞ്ഞിനെ അതിനുവേണ്ടി സമർപ്പിക്കുകയും നല്ല മാതൃക കാണിച്ചു കൊടുക്കുകയും ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും ചെയ്യണം. അതാ ചെയ്യേണ്ടത്. പക്ഷേ വീണ്ടും ജനിപ്പിക്കേണ്ടത് ആരാണ്? ദൈവത്താൽ അല്ലാതെ നമുക്ക് വീണ്ടും ജനിക്കാൻ, മൃതാവസ്ഥയിലായ നമ്മുടെ ആത്മാവിന് ജീവൻ വരണമെങ്കിൽ ദൈവത്താൽ മാത്രമേ കഴിയത്തുള്ളൂ. അതിന് ഏതൊരു വ്യക്തിയും എവിടേക്ക് ചെല്ലണം? ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലണം. 2, ജഡത്തിന്റെ ഇഷ്ടത്താൽ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം. ബുദ്ധി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, വീണ്ടും ജനിക്കാൻ കഴിയില്ല. എന്റെ അടുക്കൽ വന്ന് സുവിശേഷം പറഞ്ഞു. അപ്പം പറഞ്ഞു, ദേ ബ്രദറെ നോക്കിക്കേ, ഒരുപാട് പുസ്തകം, യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത് എന്ന് എഴുതി വെച്ചിരിക്കുകയല്ലേ. പിന്നെ ഈ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൽപ്പന ലംഘനമല്ലേ? ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് കർത്താവായ ഈ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥന. അങ്ങനെ ബുദ്ധി പറഞ്ഞ് പുള്ളി പറഞ്ഞു, എടാ ഇവര് പറഞ്ഞത് ശരിയാണല്ലോ, ഇവര് പറയുന്ന. പുള്ളി പറഞ്ഞു, ഞാൻ ഇപ്പോൾ പോകുന്ന സമൂഹം തെറ്റാണ്, ഇവര് പറയുന്ന ശരി, ഇങ്ങോട്ട് പോകും. ആത്മാവിന്റെ ആവശ്യം പറഞ്ഞോ?
കാരണം ഞാൻ തല കൊടുക്കുന്നില്ല, കാരണം അങ്ങനെ വന്ന പുള്ളികൾ പലരും കാണുമായിരിക്കും. അങ്ങനൊക്കെയാ പണ്ട് ഞാനും വന്നു. പുള്ളികൾ മാത്രമല്ല ഞാനും പറയുന്നു. ബുദ്ധിയോട് അത് ശരിയാ, തെളിയിച്ചു നൽകി, ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്തു, മനസ്സിലാക്കാൻ ശ്രമിച്ചു. വീണ്ടും ജനിക്കത്തില്ല, കാര്യങ്ങൾ മനസ്സിലാകാം. വീണ്ടും ജനിക്കണമെങ്കിൽ അത് വീണ്ടും ജനിക്കുന്ന പ്രക്രിയ വേറെയാണ്. അതൊക്കെ ഒരു പക്ഷേ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ നമുക്ക് സഹായകരമായിരിക്കാം. പക്ഷെ വീണ്ടും ജന്മം അതല്ല. അതായത് എന്റെ ബുദ്ധി കൊണ്ട് എനിക്ക് വീണ്ടും ജനിക്കാൻ കഴിയും. ഒരു ഉദാഹരണം തരാം. യേശു എന്റെ ശിശുവിന്റെ ആദ്യ സമയത്തെ യേശു കുറച്ചുപേരെ ശിഷ്യന്മാരാക്കിയല്ലോ, അല്ലേ? എന്നിട്ട് ഇങ്ങനെ പോയി യോഹന്നാൻ 11-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ നഥനിയേലിന്റെ അടുക്കൽ വന്നു. ആരുടെ അടുക്കല? നഥനിയേൽ. എന്നിട്ട് പറയുകയാണ്, നഥനിയേലെ, ആ ഭാഗം ഒന്ന് വായിക്കാം, നിങ്ങൾ കുറച്ച് മനസ്സിലാകും. കാരണം ഞാൻ പറഞ്ഞു മാത്രം പോയാൽ ഞാൻ അത് വേദപുസ്തകം തുറക്കാൻ നിങ്ങളെ ഒന്ന് സഹായിക്കണമല്ലോ ഈ ബൈബിൾ ക്ലാസ്. ഒന്ന് വായിച്ച് 47-ാമത്തെ വാക്യം മുതൽ ഉറക്കെ വായിക്കാമോ? പെട്ടെന്ന് വായിക്കാമോ ആർക്കെങ്കിലും? യോഹന്നാൻ 11-ാം അധ്യായത്തിന് 47-ാമത്തെ വാക്യം, അല്ല 1-ാം അധ്യായത്തിന് 47-ാമത്തെ വാക്യം, സോറി, നമ്പർ ഫസ്റ്റ് 47. ഇതാ സാക്ഷാ ഇസ്രായേലിയൻ, എന്നിൽ കപടമില്ല. നഥനിയേൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയും ചോദിച്ചിന്. ഉടനെ നഥനിയേൽ യേശുവോട് പറയുക, എന്താ? റബ്ബി, നീ ദൈവപുത്രൻ, ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോ യേശു അവരുടെ അടുക്കൽ വന്നു, എന്നിട്ട് പറഞ്ഞു, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു എന്നൊക്കെ യേശു അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ യേശുവിനോട് അതേ പറയാം, നീ ദൈവപുത്രൻ. പക്ഷെ യേശു കൊടുക്കുന്ന മറുപടി എന്നറിയാമോ? എടാ, നീ ഇപ്പോൾ ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാ പറഞ്ഞത്? ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ട് എന്ന് നിന്നോട് പറക കൊണ്ട് നീ വിശ്വസിച്ചുവോ? അങ്ങനെ വിശ്വസിക്കാൻ എല്ലാവർക്കും പറ്റും. ഉടനെ പറഞ്ഞോ, ദൈവമല്ലാതെ നിനക്കിത് വെളിപ്പെടുത്തി നടക്കത്തില്ല, സ്വർഗമല്ലാതെ നിനക്കിത് വെളിപ്പെടുത്തി നൽകിയില്ല. ദൈവമാണ് നിന്നെ ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തി നൽകിയത്, സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തി നൽകിയെന്ന് അതിനോട് പറഞ്ഞോ? എന്താ പറയാ? അങ്ങനെ വിശ്വസിക്കാൻ നമുക്കെല്ലാം പറ്റും. ഇറ്റ്സ് വെരി ഈസി. പക്ഷെ പറഞ്ഞു, ഇനി ഒരു സമയം വരും, അന്ന് നിനക്കത് എന്ത് ചെയ്യും? വെളിപ്പെട്ട് വരും. പക്ഷെ ഇപ്പൊ നിനക്ക് വെളിപ്പെട്ടത് നിന്റെ ബുദ്ധി കൊണ്ടാണ്. പക്ഷേ പത്രോസിനോട് പറയുന്നത് എങ്ങനെ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവ് അത്രേ നിനക്കത്. എന്താ നദിനോട് പറയാഞ്ഞത്? നദിനിയൊരു ബുദ്ധി കൊണ്ട് പറഞ്ഞു, പത്രോസ് ആത്മാവ് കൊണ്ട് പറഞ്ഞു. വ്യത്യാസം മനസ്സിലായോ? നമുക്കതുകൊണ്ട് ബുദ്ധി കൊണ്ടും വീണ്ടും ജനിക്കാം, ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാം. ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെടുന്നവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് നാളെ വേറൊരു സഭയിൽ കാണും, മറ്റന്നാളെ വേറൊരു സഭയിൽ പോവും. അങ്ങനെ അവർ സഭകൾ മാറി മാറി എന്ത് ചെയ്യും? സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. എന്നിട്ടും സംശയങ്ങൾ ഒടുങ്ങാതെ അവർ എന്ത് ചെയ്തു? എല്ലാവർക്കും തലവേദനയായി എന്ത് ചെയ്യും? സ്വർഗീയവാസം പോകും. ഇതൊക്കെയാണ് ജീവിതത്തിന്റെ അവസാനം എന്നുള്ളത്. പക്ഷേ ജഡത്തിൽ നിന്ന് നമുക്ക് വീണ്ടും ജനിക്കാൻ കഴിയില്ല. ജഡത്തിന്റെ ഇഷ്ടത്താൽ, നമ്മുടെ അറിവ് കൊണ്ട്, നമ്മുടെ ബോധ്യങ്ങൾ കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് വീണ്ടും ജനിക്കാൻ സാധ്യമല്ല. മൂന്നാമത് പറഞ്ഞ പുരുഷന്റെ ഇഷ്ടത്താൽ. ഇത് പറയുമ്പോൾ നിനക്കറിയാലോ, ഒരു മെയിൽ ഡൊമിനിയൻ സമൂഹമായിരുന്ന സമൂഹം, ഭർത്താവ് തീരുമാനിക്കുന്നതാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും എന്ത് ചെയ്യുന്നത്? അന്ന് തീരുമാനിക്കപ്പെടേണ്ടത്. കാരണം ഭാര്യയെ സംബന്ധിച്ച്, സ്ത്രീകളെ സംബന്ധിച്ച് വലിയ സ്ഥാനമൊന്നും യഹൂദ സമൂഹത്തിൽ ഇല്ലല്ലോ.
കാരണം ആയുധങ്ങളുടെയും മൃഗങ്ങളുടെയും പട്ടികയ്ക്കകത്തുള്ള ഒരു വസ്തുവായിട്ടാണ് സ്ത്രീകളെ എന്തിരുന്നത്, കണ്ട് വന്നിരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു പുരുഷാധിപത്യമുള്ള സമൂഹത്തില് ഒരു പുരുഷനെടുക്കുന്ന തീരുമാനം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ബാക്കിയുള്ള എല്ലാവരും. ചിലർക്ക് പറയാറുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാന അങ്ങ് രക്ഷിക്കപ്പെട്ടു, സൗദി അറേബ്യ വെച്ച് രക്ഷിക്കപ്പെട്ടു, മടങ്ങി വന്നു, പിന്നെ ഞാനായിട്ട് ആ വിഷയത്തിൽ ഒരു തടസ്സം നിന്നില്ല, ഞാനും എന്ത് ചെയ്തു, അങ്ങ് രക്ഷിക്കപ്പെട്ടു. എന്നുവെച്ചാൽ ഇനിയിപ്പോ അച്ഛൻ രക്ഷിക്കപ്പെട്ടു, പുള്ളിയാണ് വീട്ടിലെ എല്ലാ റിസോഴ്സസും, സാമ്പത്തികമായ കാര്യങ്ങൾ, റിസോഴ്സസ് എല്ലാം പുള്ളിക്കാണ്. ഇനി പുള്ളി ജനറൽ പറയണ്ട, അച്ഛൻ കണ്ടുപിടിക്കാനോ വീഡിയോ വലിക്കാനോ അങ്ങനെ തെറ്റായ കാര്യമൊന്നും അല്ല പോയതോ, പിന്നെ ഞാൻ എന്തിനാ എന്ത് ചെയ്യുന്നു, ഞാൻ പിന്നെ എന്തിനാ പ്രതികൂലിക്കുന്നത്? അങ്ങനെ കുറെ നല്ല അമ്മമാരുണ്ട് ഇവിടെ. അതുകൊണ്ട് അമ്മമാര് വീട് ജനിച്ചവരുണ്ടോ? അപ്പോ പുരുഷന്റെ ഇഷ്ടത്താൽ നമുക്ക് വീട് ജനിക്കാനായിട്ട് ഭാര്യ കീഴടങ്ങിയത് കൊണ്ട് വീണ്ടും ജന്മമാകുന്നില്ല. വീണ്ടും ജന്മം എങ്ങനെയാ ഉണ്ടാകുന്ന? ബൈബിൾ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൽ നിന്നത്രേ ജനിക്കേണ്ടത്. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കാൻ, നമ്മുടെ ആത്മാവിനെ പുനർജീവിപ്പിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമ്മുടെ ബുദ്ധിക്ക് കഴിയത്തില്ല, നമ്മുടെ പാരമ്പര്യത്തിന് കഴിയത്തില്ല, നമ്മുടെ ഇഷ്ടങ്ങൾക്കോ നമ്മുടെ താല്പര്യങ്ങൾക്കോ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന് മാത്രമേ നമ്മെ വീണ്ടും ജനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇത് നാം മനസ്സിലാക്കണം. ഓക്കെ, ഈ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം എല്ലാവരും പറഞ്ഞ വാക്യം. എന്തായാലും ഇന്ന് രാത്രി പരിശോധിച്ച് പോകണേ. കുറച്ചുകൂടെ പറയാനുണ്ട്, അല്ലെങ്കിൽ അടുത്ത 2 ക്ലാസ്സിൽ കാര്യങ്ങൾ നീങ്ങി പോകത്തില്ല. യോഹന്നാൻ 3:5 ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ. അപ്പൊ വീണ്ടും ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളത്താലും ആത്മാവിനാലും. അപ്പൊ അവൻ 9-ാമത്തെ വാക്യം ചോദിക്കുക, അയ്യോ ദൈവമേ ഇതെങ്ങനെ സംഭവിക്കും? വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാൻ എങ്ങനെ സംഭവിക്കും? അപ്പൊ കഥാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടോ വേദപുസ്തകത്തില്? പക്ഷെ അവനിത് വായിച്ചിട്ട് ഇതുവരെ എഴുതിയിട്ടില്ല, മനസ്സിലായിട്ടില്ല. പുതിയ കാര്യമൊന്നുമല്ല. നിക്കോദിമോസിനെ സംബന്ധിച്ച് അതൊരു പുതിയ കാലമല്ല. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിഞ്ഞിട്ടില്ലയോ എന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഉപദേഷ്ടാക്കന്മാർ ഇസ്രായേലിൽ അത് അറിഞ്ഞിരിക്കണം. അറിയാമോ അതെവിടാണ്? എസ്കേൽ പ്രവചനത്തിന്റെ പുസ്തകം 37-ാം അധ്യായത്തിലുണ്ട്. ഒന്ന് വായിച്ചേക്കാം. 36-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചേക്കാം. 25-ാമത്തെ വാക്യം മുതൽ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നീ ഇത് അറിയുന്നില്ലയോ എന്ന് പറയുന്ന ഇതിന്റെ ആൻസർ ഈ ഭാഗത്ത് ഉദ്ദേശിച്ച യേശു പറഞ്ഞത്. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം. വെള്ളത്താലും ആത്മാ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ ശുദ്ധരായി നിർമ്മലരായി തീരും, നിങ്ങളുടെ മലിനത എല്ലാം നീക്കിക്കളയും, നിങ്ങളുടെ ഉള്ളിലെ അഴുക്ക് നീക്കിക്കളയും. വായിച്ചോട്ടെ, ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. അതായത് വെള്ളത്താൽ ഉള്ള വീണ്ടും ജന്മം നിങ്ങളെ ശുദ്ധീകരിക്കും. 26-ാമത്തെ വാക്യം. എന്നിട്ട് ഒരാത്മാവിനെ, വെള്ളത്താലും ആത്മാവിനാലും ഒരാത്മാവിനെ നിങ്ങളുടെ മേൽ തരും. ഞാൻ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളുടെ ഉള്ളിലാക്കി എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. എന്റെ ചട്ടങ്ങൾ നടക്കുമാറാക്കുന്നത് ബുദ്ധി കൊണ്ടല്ല, അറിവ് കൊണ്ടല്ല, ജ്ഞാനം കൊണ്ടല്ല. ആദ്യം ദൈവത്തിന്റെ വചനം കൊണ്ട് ഞാൻ നിങ്ങളെ നിർമ്മലീകരിക്കും, നിങ്ങളുടെ അഴുക്കുകളെ കഴുകും. ആത്മാവിലുള്ള അഴുക്കുകളെ എല്ലാം കഴുകി കളഞ്ഞിട്ട് നിങ്ങളുടെ മേൽ എന്ത് ചെയ്യും? എന്റെ ആത്മാവിനെ പകരും. ഈ ആത്മാവിനെ പകരുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എന്താ സംഭവിക്കേണ്ടത്? നിങ്ങൾ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കാൻ കഴിയുന്ന, ദൈവിക ശബ്ദം കേൾക്കാൻ കഴിയുന്ന ഒരു പരിപക്വമായ ജീവിതത്തിന്, ആത്മജീവിതത്തിന് നിങ്ങൾ ഉടമകളായി മാറും. ഇത് തന്നെയാണ് തീത്തോസിന്റെ ലേഖനത്തിലും വായിക്കുന്നത്. ഇത് സെയിം ഭാഗം തന്നെ തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലും
രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ച് പെട്ടെന്ന് വിട്ടാൽ ഈ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് വായിച്ചേട്ടാ. ആ ആ ആ ആ ശ്രദ്ധിക്കണേ, നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, അതായത് നമ്മുടെ സോള് കൊണ്ട് ചെയ്ത നന്മകൾ കൊണ്ടല്ല, നമ്മുടെ ദേഹി കൊണ്ട് ചെയ്ത നന്മ പ്രവൃത്തികൾ കൊണ്ട് അല്ല. തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. എങ്ങനെ രക്ഷിച്ചത്? തന്റെ നമ്മുടെ അക്കൗണ്ടിൽ നന്മകളെല്ലാം ഉണ്ടായിട്ടല്ല ദൈവം നമ്മെ രക്ഷിച്ചത്. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത് നമ്മൾ ഒത്തിരി നന്മ ചെയ്യുമ്പോഴല്ല, മറിച്ച് ദൈവം നമ്മെ രക്ഷിക്കുന്നതും ദൈവം നമ്മെ നീതീകരിക്കുന്നതും നമ്മുടെ നീതീകരണം കൊണ്ടോ, നമ്മുടെ ഉപവാസത്തിന്റെ വലിപ്പം കൊണ്ടോ, നമ്മുടെ ആരാധനയുടെ ശബ്ദം കൊണ്ടോ, നമ്മുടെ കയ്യടിയുടെ വലിയ ആരവം കൊണ്ടോ അല്ല ദൈവം നമ്മെ കടാക്ഷിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ദൈവത്തിന്റെ കൃപ കൊണ്ട്. ആത്മാവുള്ളവർക്ക് അത് മനസ്സിലാവുന്നുള്ളൂ. ആത്മാവില്ലാത്തത് പറയും, ഞാൻ കൈയടിച്ച് ആരാധിച്ചു കൊണ്ടാ ഇന്ന് ആർക്കും ജീവനില്ലായിരുന്നു, ഞാൻ അങ്ങോട്ട് 3-5 ഹല്ലേലൂയ അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്കും ജനം അങ്ങ് ഉണർന്നു. ചിലരൊക്കെ ഉണ്ടല്ലോ, ചില ദേവദാസന്മാരൊക്കെ ഉണ്ട്, അവര് മിടുക്കന്മാരാ. അവര് വന്നാ ഈ അടി ഉടങ്ങിയിരിക്കുന്ന ആൾക്കാരെ എല്ലാം കൂടെ കുറച്ച് പറഞ്ഞ് ഒരു 10-20 മിനിറ്റ് കൊണ്ട് ചൂടാക്കി നല്ല അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരും. ഇതൊക്കെ സോൾ ടെക്നിക് എന്ന് പറയും, ജഡജീവിതത്തിന്റെ ടെക്നിക്സ്. കാരണം ആത്മാവില്ലാത്തവർക്ക് ജീവൻ നൽകണമെങ്കിൽ, ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ സോള് തന്നെ വേണം. ആ സോളിലൂടെയുള്ള ഇമ്പാർട്ടേഷൻ ചെയ്യണം, അവർക്ക് ആവശ്യമുണ്ട്. കാരണം ദൈവമായിട്ട് അവർക്ക് എന്തില്ല, ബന്ധം ഇല്ല. അപ്പൊ സോള് കൊണ്ട് കാര്യങ്ങൾ ചെയ്തെങ്കിലും അത് തമ്പാറ് വേണം, മ്യൂസിക് വേണം, കീബോർഡ് വേണം, പിന്നെ അതിന്റെ ആരവങ്ങൾ വേണം. അവസാനത്തെ വരി 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പാടണം. പിന്നെ സ്പീഡ് റിതം ഇടണം. ഇതൊക്കെ കഴിയുമ്പോഴേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഒരു ഫോമിൽ നമ്മളെ എത്തിക്കാനായിട്ട്. ശരിയല്ലേ? എന്താ കാര്യം? സോള് കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ആവശ്യമാണ്, അല്ലേ? അങ്ങനെയാണോ? ഇന്ന് കൈയടിക്കുന്ന ഒരു സംവേദന സിസ്റ്റം മാറിയതുകൊണ്ട് കൈയടിച്ചാൽ ഇപ്പൊ ആത്മ വരത്തില്ല. ഇപ്പം എന്ത് ചെയ്യണം?